ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് കൽബയിലുള്ള കണ്ടൽക്കാടുകൾ കാണാൻ വന്നിക്കട്ടെ. ഫസ്റ്റ് ടൈം നമ്മൾ വരുന്നത്. അപ്പം നമ്മളെ ഫുൾ വിശേഷങ്ങൾ ഇവിടുത്തെ ആയിരിക്കും കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ബോട്ടിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മളെ കണ്ടൽക്കാടുകളെന്ന് പറയില്ലേ, ഞാൻ കണ്ടൽക്കാട് എന്ന് കേൾക്കും, മറ്റുള്ളടത്ത് വീഡിയോസിലൊക്കെ കാണാമെന്നല്ലാണ്ട് നേരിട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കൽബയിലെ കണ്ടൽക്കാടും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടൽക്കാട് എന്നാണ് പറയാ സോറി പറഞ്ഞതിന് ശേഷം മാംഗ്രോസാ മാംഗ്രോസ് ഇവിടെ കിച്ചുണ്ട്, സോക്കുണ്ട്, കുട്ടാപ്പികളുണ്ട്, കുട്ടി പട്ടാളങ്ങളുണ്ട്. വണ്ടി എടുത്ത് കൊണ്ടുവരും അങ്ങനെ പോകാനല്ലേ. അത് അടി അപ്പുറത്തേക്ക് അങ്ങനെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒഴുക്കിൽ പെട്ടാണ്ട് പോകും. ഒഴുക്ക് സേഫ്റ്റി മുഖ്യം. ആ ഇതിന്റെ ഉള്ളിൽ എന്തൊരു സാധനം ഉണ്ടാക്കി. കായലാണ്, കായല്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് കണ്ട ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങിയിട്ട് കാണിച്ചാല് ടിക്കറ്റ് എടുത്തെങ്കിൽ കയറാനില്ലേ. എന്നിട്ട് പൊട്ടന്മാർ നടന്നിട്ട് പോണേ. എനിക്ക് വീഡിയോ എടുക്കണം. ഞാൻ ബാക്കില് ആട്ട് വന്നോ. ഇവിടെ വീഴും, കുട്ടികൾ വീഴും. ആടെ നോക്കിക്കോളി, സൈഡിക്കൊക്കെ നോക്കിക്കോളി, ഫ്രണ്ടൊക്കെ നോക്കിക്കോളി. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളാം. ഞങ്ങൾ ഫസ്റ്റ് ഈ വണ്ടിയിൽ കയറിയിട്ടുള്ളത് എങ്ങനെ അറിയോ, മറ്റേ ടൈഗീസ് വാലി റിസോർട്ടിൽ പോയില്ലേ, അന്നാണ് ഞങ്ങൾ ഫുൾ അവിടെ ചുറ്റി കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടാ. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി എവിടെയാണ് കാര്യം കാണണ്ടെന്നൊക്കെ, ഇതിൽ കൂടെ പോകണം ഇതിൽ കൂടെ വരണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല വണ്ടി ഇഷ്ടായ. അത് ഏതോ റിസോർട്ടിലാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തില്ലേ? എന്താ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നടന്ന് കാണില്ല തോന്നുന്നു. നമ്മൾ കൊറേ കഴിക്കണേ. പകൽ വെളിച്ചത്തിൽ ഇറങ്ങിയിട്ടില്ല സാക്കോ. ഭാര്യ നമ്മൾ പോയത് പകലിലാണെങ്കിലും അവിടെ എത്തിയപ്പോത്തിന് രാത്രിയായില്ലേ. നല്ല രസം കിട്ടാ. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയ സ്ഥലം. എടുത്തോളി. ആറ്റ എന്റെ അടിയില് ട്രൗസർ കയറ്റിക്കാൻ വീട്ടിനേക്കാളും വലുപ്പുണ്ട് ട്രൗസർ. നല്ല രസം കിട്ടാ കാണാൻ. അങ്ങോട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഓരോരോ കൂടാരം പോലത്തെ സ്ഥലങ്ങൾ. ഇച്ചു അവിടെ എന്താ റിസോർട്ട് പോലത്തെ സ്ഥലം. അതിൽ അവിടെ സ്റ്റേക്ക് എത്ര 2300 രൂപ മാത്രം ആ ഒരു ദിവസത്തെ സ്റ്റേക്ക്. പറയട്ടാ ഇവിടുന്നല്ല ശരിയാ. അങ്ങനെ ചേച്ചി ഇവിടുന്ന് കിട്ടിയോ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവാട്ടാ. ഇതെന്താണ് ഇവിടെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കില്ലേ. 2012 ഇങ്ങനെ ഉൽപ്പന്നവും ഇതിങ്ങനെ അതുപോലെ തന്നെ ഇതിലുണ്ട്. ഇത് 2012 ഇവിടെ അങ്ങനെയായിരുന്നു. ഇപ്പത് ഇങ്ങനെ ആയി കണ്ടോ. നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാട്ടോ പോണേ. ഈ മീനുകളൊക്കെ നമ്മളെ വെത്തളി മീനെ പോലത്തെ മീനുകൾ അതാ. കാടുകളും കണ്ടൽക്കാടും അതുപോലെ ബെത്തൽ മീൻ പോലത്തെ കുഞ്ഞു മീനുകളും. തൊടാൻ പറ്റിയ വെള്ളത്തിൽ തൊടല്ലേ. അയ്യോ വേണ്ട, തൊടാൻ പാടുണ്ടാവില്ല ചിലപ്പോൾ. വലിയൊരു ക്രാബാ കൊടുക്കുന്നു. അപ്പൊ ഈ കുഞ്ഞു മീനുകളൊന്നും ഇറുക്കൂല ഞങ്ങള്. ഞണ്ടൊന്നുള്ളത് ഇത് വേറെ. ഇത് കക്കൻ്റെ ഉള്ളിലെ
കക്ക കണ്ടില്ലേ? നമ്മളിന്നലെ കണ്ടില്ലേ ഷെൽ ഫിഷ് കണ്ടില്ലേ? നമ്മളിന്നലെ കടലിന്റെ അവിടെ നിന്ന് കിട്ടലില്ലേ? ആ ഷെൽ ഫിഷിന്റെ ഫിഷാണ്. നിങ്ങൾ എപ്പോഴും കടലിന്റെ അവിടെ നിന്ന് ഷെല്ല് മാത്രം കാണില്ലേ നിങ്ങൾക്ക്? ആ ഷെൽ ഫിഷാണത്. വേറൊരു ഫിഷ് ഒക്കെ ഈ കിടക്കുന്നത് കറുപ്പ് കളറുള്ള ഒരു ഫിഷാണ്. സ്റ്റാർ ഫിഷ് അതാണ്ടാ. ഇതൊക്കെ കടലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സ്റ്റാർ ഫിഷ്. ഇതുപോലെ കടലിന്റെ ഉള്ളിലെ പാറയിലാണ് പറ്റി പിടിച്ച് നിൽക്കുക സ്റ്റാർ ഫിഷ്. ഓ വലിയ മീനോട് കേട്ടോ. പിന്നാര മീനത്ര രസമാക്കണേ. ഇതൊക്കെ ഈ ഒരു വൈറ്റ് വിഷയൊക്കെ അതിന്റെ ചുണ്ടൊക്കെ കാണാന്, അതിന്റെ ചുണ്ടൊക്കെ വൈറ്റിന്റെ അതുപോലെ ഉണ്ടല്ലോ കാണാന്. ഈ വൈറ്റ് വിഷം എന്താ വെച്ചാ ആ പോണം നല്ല ഭംഗിയിലൊരു മീനൊക്കെ അല്ല സീബ്രയുടെ പോലത്തെ മീനൊക്കെ അതൊക്കെ നമ്മള് കാണാത്തന്നെ എന്തൊക്കെ തരം മീനുകളായിരിക്കും ഇപ്പൊ കടലിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലടി നമ്മള് പുറത്തേക്ക് വരുന്ന മീനുകളെ മാത്രല്ലേ കാണുന്നുള്ളൂ. അതൊക്കെ ഉള്ളിമീന് ഈ ഒരു മീനിന്റെ മുകളിലൊക്കെ ഒരു യെല്ലോ കളറൊക്കെ ഇതിന്റെ മുകളില് ഓ ആമാണ്ടാ. നമ്മുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. പുറത്തിരുന്ന് ഇങ്ങനെ പോവാ. നമ്മുടെ പുറത്ത് കുഞ്ഞാമൊക്കെ കുഞ്ഞാമ ശ്വാസം വലിക്കാൻ വേണ്ടിട്ട് പുറത്തലടണേ. ഓ ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അങ്ങാടി കുരിപ്പ ഞാൻ ഓടുണ്ട്. തെണ്ടികളെ ഇവിടെ എന്നിട്ട് പരസ്യ ചുംബനം പാടില്ലട്ടാ. ഞാൻ പറഞ്ഞില്ലാതുകൊണ്ട് ഫൈനാണ്. ഒരു ദിവസം 100 ലിറ്റർ വെള്ളം കുടിക്കാൻ ഒച്ചോ? അപ്പൊ കൊച്ചുണ്ടാവും നല്ലതല്ലേ? ഇവിടെ ഒരു പ്ലേരി ഉണ്ട് കേട്ടോ. എന്താ മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിക്കണ. ഒക്കെ ചവിട്ടി കയറാൻ. ആച്ചുന്റെ ഡ്രസ്സൊക്കെ ഇപ്പൊ ഒന്ന് വൈറ്റ് വാഷ് അടിക്കും. അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണല്ലേ? ഞാനും കയറട്ടെ. ഏജ് ലിമിറ്റ് ഉണ്ടാവും ഇതിനൊക്കെ. ഡിങ്കിടക്കട ഡിങ്കിടക്കട ഡിങ്കണ്ട എന്താ ചാടിക്കോ ചാടിക്കോ ചാടറി പട്ടുമാ ചാട്. ഇവിടെ മണല ഒന്നും പറ്റൂല. റെഡി 1 2 3 ആർക്ക ധൈര്യം? ചാടിക്ക. റെഡി 1 2 3 സ്റ്റാർട്ട്. ആറ്റല്ലേ ചട്ടമ്പി കല്യാണിയാണ്. 2 3 ചാടിക്കോ ചാടിക്കോ. അയ്യേ ഞാൻ ഓളവിടെ നൈസായിട്ട് തള്ളി. ഓൾക്ക് പറ്റണില്ല. മോള് കൂടെ കേട്ടെന്ത് ചെയ്യാനാ? ഈ ഇതിമ്മ കയറുമ്പോ തൂങ്ങിട്ട് വരികേ. കുറച്ചോനെ ആറ്റോ ശ്രദ്ധിക്കട്ടാ. ഇച്ചോണ്ടോക്ക് ആറ്റമ്മ ആറ്റമ്മ. യല്ലോ പാച്ചി അവിടെ നിന്നിക്കണ. വാ അതൊക്കെ ആറ്റ ദൂന്നിട്ടാണ് കേറി ചാടണേ. വാ ഇത്താരൊക്കെ മറികടന്ന് ആറ്റ ഇതാ. 2 ചെക്കന്മാര് മറികടന്ന് ആറ്റ ഇതാ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ആറ്റ ആറ്റ
എടുക്കുമ്പോ പിടിക്കുന്നത് ബബലു ആകാ അങ്ങോട്ട് നോക്കാ പെണ്ണ് കാട്ടു നോക്ക് അങ്ങോട്ട് നോക്കൂ ഓള് കാട്ടു നോക്ക് ഓള് സർക്കസ് ആണ് അതൊക്കെ ആ ചാടുന്നു റബ്ബേ ആ പോയി എന്താടിച്ചിങ്ങനെ പരുവാണെങ്കിൽ കേറിട്ട് പോരടി ഓടാട് നോക്ക് എടാ ഇത്തിരി നാണോ ഞങ്ങക്ക് അയ്യോ വാ രണ്ട് ചെക്കന്മാർ തൂഫാനായിരിക്കാണ്. രണ്ട് ചെക്കന്മാരും രണ്ട് പെണ്ണുങ്ങളും മറികടന്ന് ആറ്റ ജയിച്ചിരിക്കുന്നു. ബബലു കേറിട്ടാ ഏ ബബലു വാ രണ്ടാമത്തെ സ്ഥാനത്ത് ബബലു എണ്ണത്തിന് ഓള് കേറും ഒറ്റക്ക്. സഹായിക്കണ്ട ഓള് വന്നോളൂ. മറ്റൊരു കുഴപ്പം വരില്ല. വീടാലും മണലിക്ക് വീണാ ഒന്നും വരില്ല. യെസ് നീ ചാടിക്കോ. യെസ് അഞ്ചും കേറ് ഞാൻ അച്ചു കേറ്. ആ ഓൻ വരും വാ മുഖക്കാകെ എളിഞ്ഞിക്കണേ. ഞാൻ താറ്റിഞ്ഞാണ്ട് കൊഴപ്പില്ലേ ആട്ട് ചെയ്തോക്ക്. ബബുലിന് ഒന്ന് ചെയ്തപ്പോ ധൈര്യം വന്നിട്ടാ. ബബുലിന് ഒരിക്കൽ ചെയ്തപ്പോ ധൈര്യം വന്നേ. അതുപോലെ ചെയ്യ്. തൂങ്ങിക്കോ ചടിക്കോ. കോസ്റ്റൽ ബേർഡ്സ് അറിയാം നമ്മള് ഡോർ കൊത്തു എന്താണ് കടൽക്കാക്കുന്ന സാധനമാണ്. കോസ്റ്റൽ ബേർഡ്സാ. നോക്കി ആ പക്ഷികൾക്ക് ആ ബേർഡ്സിനൊക്കെ അങ്ങോട്ട് വെള്ളം കുടിക്കാനുള്ള ഇതാണിത് കണ്ടാ. അവർക്ക് അത് ബബുലു മാത്രമേ കണ്ടിട്ടുള്ളൂ. ബബുല ബബുലുവിന്റെ പപ്പയും ബബുളുവാണ്. കുറുമ്പത്തിയാണ് ഞങ്ങളെ കുറുമ്പത്തി. അനങ്ങ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും തെറ്റാന്. ഞാൻ എന്താ അവിടെ നോക്കട്ടെ. നോക്കടി ബബ്ലൂട്ടി എത്ര മാനോളാണ് നോക്ക്. പിന്നെന്താണ് മറ്റേ പുള്ളിമാനല്ല ഗസലാ ഗസാലി കണ്ണോക്കി ഗസാലി മറ്റേ സാധനം അത്ര ഡിയറല്ലേ. ഇന്ന് ക്യാമറാമാൻ ആക്കിട്ട് ഒരു ഇളയച്ചനും മൂത്തച്ച് പോണ പോക്ക് കണ്ട ഗായ്സ് നിങ്ങളിത് കാണുക. നിങ്ങളിത് കാണുക. നീ ഒരു പിടിച്ചിന്റെ അപ്പുറത്ത് ഇപ്പൊ വെള്ളം കുറവാഞ്ഞിട്ടാ തോന്നണല്ലേടി. ഇത് ഫുൾ വെള്ളത്തിലാവുമ്പോ നല്ല ഭംഗിണ്ടാവൂലേ. ഞാൻ ആദ്യത്തെ കൊണ്ടിട്ടുണ്ടെങ്കിലോ എന്റെ ഒറ്റക്കൊക്കെ എടുത്ത് എനിക്ക് ഇതിന്റെ ഇടയിൽ കിടന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ടെൻഷനായിട്ട് പോകുന്നു. എന്തിനാണാവോ ടെൻഷനായിട്ട് പല സ്ഥലത്ത് കൂടെ പോണേ കണ്ടത് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണത്. അതിനെ മിസ്സായിട്ട് തെരഞ്ഞെടുക്ക. ആകെ ആദിയിലാണ് പറഞ്ഞത്. മാംഗ്രോസി എന്നതാണ്.
ഇല്ലടി നമ്മളെ മാംഗ്രോസ് ഒക്കെ ഇവിടെ മുറ്റത്തിന് വെച്ച പോലും കേൾക്കാല്ലേട്ടാ. ഓ സാക്കു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കിച്ചു മക്കളെ പറ്റിച്ചതിന്റെ ഉള്ളിൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളൊക്കെ പാടും കിച്ചുവിന് പഞ്ഞിക്കിടുന്ന സീനാണ് കാണുന്നത് കേട്ടാ. പപ്പാനെടുത്ത് അപ്പുറത്തേക്കിടി. ഇതിന്റെ എന്തിനാണ് പാർക്ക്? ഇതിന്റെ എന്തിലാണ്? എന്താണ് പാർക്ക് കാണിച്ചാൽ പേര് വിട്ടിട്ടില്ലേ? അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോന്നു. വാപ്പിട്ട് വാപ്പ തിരിച്ചു പോകുമ്പോൾ പാർക്ക് കാണിച്ചത്. അതല്ല, അതിന് വേറെ സൈഡുണ്ട്. പാർക്ക് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞാണ്ട് ഈ കണ്ടൽക്കാട് മൊത്തം ഈ മക്കളെ പറ്റിച്ചിട്ട് നടത്തിയതാ. അതിനിപ്പോ ഓന്റെ അവസാനാണെന്ന് കിച്ച കേട്ടാ. ഇന്ന് ഓന്റെ അവസാനാണെന്ന് ലീനു. അങ്ങനെ ഞങ്ങളുടെ കണ്ടൽക്കാട് കണ്ട് അവസാന നിമിഷത്തേക്ക് കിടക്കുകയാണ്. കണ്ടൽക്കാടുകളിൽ ഇരട്ടി വേപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അതാ സാക്ക് പറഞ്ഞ മരം കൊത്തി അല്ല മീൻ കൊത്തി. ഇതിൽ വെള്ളം കൂടി ഇട്ട് നിൽക്കാച്ചാ ഒന്നും കൂടി രസമായിരിക്കൂല. അച്ഛാ നല്ല അടിപൊളി സ്ഥലം കേട്ടാ.